ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഏതു ജന്മ കൽപ്പനയിൽ അശ്വിനെ ഫോണിൽ കിട്ടുകയാണ് നമ്മുടെ അഞ്ജലിക്ക്. അപ്പൊ അഞ്ജലി ഇങ്ങനെ വിളിച്ച് നമ്മുടെ അശ്വിനോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്, നീ ഇത്രോ നാൾ എവിടെയായിരുന്നു കുഞ്ഞാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അശ്വിൻ ഇങ്ങനെ നമ്മുടെ അഞ്ജലി ചേച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അഞ്ജലി ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശ്രുതി സംസാരിക്കുമ്പോൾ ശ്രുതിനോടും പറയുന്നുണ്ട്, പേടിക്കണ്ട, കരയാതിരിക്കുക, എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അശ്വിൻ അവരെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴും എന്തോ കാര്യങ്ങളിൽ ഇങ്ങനെ ദുരൂഹത, ഇത്രയും ദിവസം അവനെ എന്തിനു മറച്ചു വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അശ്വിനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ഇങ്ങനെ കസേരയിൽ വീണ്ടും കെട്ടിയിടുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ശ്യാമിന്റെ ആൾക്കാരാണെന്ന്. കാരണം നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, നമ്മുടെ ആകാശ് പോലീസിനെ വിളിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അശ്വിന്റെ കോൾ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. അപ്പൊ നമ്മുടെ ശ്യാം ആ ഗുണ്ടകൾക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുത്തിട്ട് നമ്മുടെ അശ്വിനെ കൊണ്ട് തിരികെ വിളിപ്പിച്ചതായിരിക്കും അല്ലെ പ്രേക്ഷകർ. അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് തന്നെ നമ്മുടെ അശ്വിൻ തിരികെ വിളിക്കില്ലല്ലോ. ആ വിളി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മുടെ അശ്വിനെ കെട്ടിയിടുകയും ചെയ്തു നമ്മുടെ ഗുണ്ടകൾ. അപ്പൊ എന്തായാലും ഉറപ്പിക്കാൻ നമ്മുടെ ശ്യാം തന്നെയാണ് ഇതിന് പിന്നിലെന്ന്. അപ്പൊ നമ്മുടെ അശ്വിനെ എങ്ങനെ കണ്ടുപിടിക്കും, അശ്വിനെ തിരിച്ചെങ്ങനെ ആ വീട്ടിലേക്ക് ഇനി കൊണ്ടുവരും, അതിനാരായിരിക്കും? എന്തായാലും നമ്മുടെ ശ്രുതി തന്നെ ആയിരിക്കും ഇറങ്ങിത്തിരിക്കാൻ പോകുന്നത് അല്ലേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.